അനിയത്തിമാരെ ലാളിക്കാൻ മാത്രമല്ല ശിക്ഷിക്കാനും വിനയനറിയാം. അതിന് ഇവളെ ശിക്ഷിക്കാൻ എന്ത് തെറ്റാ നിന്നോട് ഈ കുടുംബത്തോട് ഇവള് ചെയ്തത്? നാൽക്കാലിയെ പോലും ഇങ്ങനെ തല്ലില്ല. എന്തൊരു അടിയാടാ നീ ഇവളെ അടിച്ചത്? ഞാൻ എന്തിനാ അവളെ അടിച്ചെന്ന് നിങ്ങൾ തന്നെ അവളോട് ചോദിച്ചാ മതി. എന്തിനാ അടിച്ചെന്ന് നീ തന്നെ പറഞ്ഞാ മതി. നിന്റെ കൂട്ടുകാരന്മാര് നിന്നെ ചതിയിപ്പെടുത്തി ജയിലിലാക്കിയപ്പോ നിന്നെ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് അറിയാതെ ഇവിടെ എല്ലാവരും പകച്ചു നിന്നു. അപ്പൊ സ്വന്തം ഏട്ടിനു വേണ്ടി സ്വന്തം ഭാവി പണയപ്പെടുത്തി നിന്നെ കേസിന്ന് രക്ഷപ്പെടുത്തിയതാണോ ഇവള് ചെയ്ത കുറ്റം? പരസ്പരം ഇഷ്ടപ്പെട്ട നിന്നെ രോഹിണിയെ ഒന്നിപ്പിക്കാൻ വേണ്ടി നിന്റെ അനിയത്തി കാണിച്ച സാഹസമാണോ ഇവള് ചെയ്ത തെറ്റ്? നീ ജയിലിലായിരുന്നപ്പോ ഒരു ആൺകുട്ടിയേക്കാൾ കരുത്തോടെ പതറാതെ നിന്ന ഇവൾക്ക് മുകളിലല്ല ഈ കുടുംബത്തിൽ നീയും ഞാനും ഒന്നും. അതൊന്നും മാത്രമല്ല, നാളെ വിമലയുടെ കല്യാണം നടക്കേ ഇവിടെ. അതും ഇവൾ ഉണ്ടാക്കിയ കാശ് കൊണ്ടാണെന്ന് നീ മറക്കരുത്. ആ കാശ് ഇവളെ എങ്ങനെ ഉണ്ടാക്കിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. അതിനുത്തരം പറയാൻ ഇവളോട്. അത് മുമ്പേ നിന്നോട് പറഞ്ഞതല്ലേ? പറഞ്ഞു. പക്ഷേ ഇവള് നമ്മളോടെല്ലാം പറഞ്ഞത് പച്ചക്കള്ളമാണ്. പച്ചക്കള്ളം. ഇവള് കാശുണ്ടാക്കിയത് വേറെ വഴിക്ക. ഞാനത് മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഏത് വഴിക്ക്? എന്ത് മനസ്സിലാക്കാൻ വൈകിയെന്ന്? ആ പണം, ആ ലക്ഷ്യങ്ങൾ എന്റെ അനിയത്തി വഴി വിട്ട് സമ്പാദിച്ചാണോന്ന് എനിക്ക് സംശയമുണ്ട്. ഇനിയും നിന്റെ അനിയത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ച നാവ് പുഴുത്തു പോകൂടാ. നാവ് പുഴുത്തു പോകും. ഇപ്പൊ ഇറങ്ങണേ വീട്ടിൽ നിന്ന്. നിന്നെ എനിക്കിനി കാണണ്ട. ഇറങ്ങി പോടാ വെളിയില്. ഏട്ടൻ അങ്ങനൊന്നും പറയല്ലേ. ഏട്ടൻ വെറുതെ ദേഷ്യം വന്നപ്പോ പറഞ്ഞോ? പറഞ്ഞും ശപിച്ചും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കോ. ഇവളിപ്പോ എന്നെ നെഞ്ചി കിടന്ന് പൊള്ളുക. അത് തണുത്തിട്ട് ഞാനിനി ഇങ്ങോട്ട് വരും. എന്നെ അന്വേഷിക്കരുത് ആരും. ഏയ്, തൊട്ടുപോകരുത് തന്നെ. നീ സത്യം പറയുന്നത് വരെ എനിക്ക് ഇങ്ങനൊരു അനിയത്തിയില്ല. ഈ കുടുംബവും ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.